ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടൽ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ കൃഷും കൺമണിയാണെങ്കിലോ എന്തായാലും കേണൽ സാറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ അതിനുശേഷം തന്നെ പിന്നീട് നമ്മുടെ അങ്ങനെ സാഗറിനെയും സുജുവിനെയും ആട്ടോ കാണിക്കുന്നത്. സുജു സാഗറിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി സാഗർ, നിങ്ങൾ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വന്നപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്, കൺമണിയും കൃഷും എവിടെയാണ്, അവർ വല്ല അവിവേകവും കാണിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, കൺമണി നല്ല കുട്ടിയാണ്, മാത്രമല്ല ദേവ് സാർ അവരെ അങ്ങോട്ട് അയച്ചതിന് ഒരു പ്രധാന കാരണം കൂടിയുണ്ട്, അത് നിന്നോട് ഞാൻ പറഞ്ഞില്ലേ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പിന്നെ മാനസികമായിരിക്കും ഞാൻ നമ്മുടെ മരുമകളായിട്ട് വരുന്നത്, അതിനെക്കുറിച്ചും സുജു നീ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ എന്നൊക്കെ സുജുവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ സുജുവിന് സങ്കടമാവുന്നുണ്ട്. നമ്മൾ ജയമോഹൻ ചെയ്തിട്ടുള്ള എല്ലാ കാര്യത്തിനും നമ്മൾ നന്ദി പറയണം, അതിന് മാനസേ കൃഷി വിവാഹം കഴിച്ചേ പറ്റുള്ളൂ എന്നൊക്കെയാണ് നമ്മുടെ സുജാത സാഗറിനോട് പറയുന്നത്. അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കാൻ, നീ ടെൻഷൻ അടിക്കേണ്ട സുജു എന്ന് പറയുന്നു. പിന്നീട് കൃഷാണെങ്കിലോ കൺമണിയെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എങ്ങനെയായാലും ഫോൺ ചെയ്ത് സംസാരിക്കുന്നുണ്ട്. കൺമണി, എനിക്ക് നിന്നെ കാണണം, എന്തായാലും നാളെ രാവിലെ അറിയാം നമ്മൾ എന്തിനാണ് ഇവിടെ എത്തിയിട്ടുള്ളത് എന്നൊക്കെ, പക്ഷേ ഇന്ന് രാത്രി നേരം വെളുത്ത് കിട്ടണ്ടേ, നിന്നെ ഒന്ന് കണ്ടാൽ മതി, നീ എവിടെയാണ് ചോദിക്കുമ്പോൾ കുറച്ച് അപ്പുറത്തെ റൂമിലാണ് സാർ എന്ന് പറയുന്നു. എന്തായാലും ഞാൻ നിൻ്റെ റൂമിലേക്ക് വരികയാണെന്ന് പറയുന്നു. അത് വേണോ സാർ എന്ന് പറയുന്നുണ്ട്. അത് വേണ്ട, അങ്ങനെയൊന്നും ചെയ്യേണ്ട, എന്നോട് സ്നേഹമില്ലാത്തതുകൊണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് കൺമണിയുടെ ഫോൺ കട്ട് ചെയ്യാം കേട്ടോ ക്രഷ്. അപ്പോൾ പിന്നീടും കൺമണി തിരിച്ചു വിളിക്കുന്നുണ്ട്, എനിക്ക് വിഷമമായി സാർ, സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താ, ഞാൻ അങ്ങോട്ട് വരുന്നതിന് കൺമണിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കാനാണെങ്കിൽ കുഴപ്പമില്ല സാർ എന്ന് പറയുന്നു. അത്രയേ ഉള്ളൂ, എന്തായാലും ഞാനിപ്പോൾ വരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ വാതിൽ തുറക്കാൻ നോക്കുമ്പോഴത്തേനും പറ്റുന്നില്ല കേട്ടോ. പിന്നെ മധു പുറത്തുണ്ട്. സാറേ അത് പറ്റില്ല, അത് പൂട്ടിയിരിക്കുകയാണെന്ന് പറയുന്നു. അതെന്താണ് പറയുന്നത്? കേണൽ സാറ് പറഞ്ഞു എന്നോട് പൂട്ടാൻ, ഞാൻ പൂട്ടി, ഇനി സാറിന് അതിനകത്തിരുന്ന് ഫോൺ ചെയ്യാനേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ഇതുപോലും ഉണ്ടാവില്ല കേട്ടോ, ഞാൻ പിന്നെ പ്രത്യേകം പറഞ്ഞേക്കാം. ഞാൻ കൺമണിയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഒന്നും പറയാൻ പറ്റില്ല, എൻ്റെ വാതിൽ പൂട്ടിയിരിക്കുകയാണെന്ന് പറയുന്നു. അങ്ങനെ പിന്നെ കൺമണിയുടെ വാതിലിൻ്റെ പുറകിലും ഒരു സെർവൻറ്റും ഉണ്ട് കേട്ടോ. എന്തായാലും മാഡം, മുള്ള് വന്ന് ഇലയിൽ വീണാലും ഇല വന്ന് മുള്ളിൽ വീണാലും ഇലയ്ക്ക് തന്നെയല്ലേ കേട്, അത് മാഡം ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എന്തായാലും ഇത് വിട്ടിട്ട് പോകാനായിട്ട് സാധിക്കില്ല, എന്തായാലും നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യേ, ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാം, അപ്പോൾ അതൊക്കെയൊക്കെ സംസാരിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലും ഉണ്ടാവില്ല കേണൽ സാറ്, എന്തായാലും ഇതും കൂടി തകർത്ത് വയ്ക്കുമെന്ന് പറയുന്നു. അതിനുശേഷം രണ്ടുപേരും കൂടി പിന്നെ ഫോണിലൂടെ സംസാരിക്കുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പെട്ടെന്ന് തന്നെ കൺമണി രാവിലെ 7 മണിക്ക് മുന്നേ ആയിട്ട് തന്നെ കേണൽ സാർ വരുന്നത് പ്രമാണിച്ച് തന്നെ അവിടെ ഹാജരാക്കാനായിട്ട് ഓടി വരുന്നു കേട്ടോ. ആ സമയത്ത് തന്നെയാണ് മധു പോയിട്ട് കൃഷ്ണനെ വിളിക്കുന്നത്, സാർ എണീക്ക്, ഇനി ഒരു 3 മിനിറ്റും കൂടിയേ ഉള്ളൂ, പെട്ടെന്ന് എണീക്ക് എന്ന് പറയുന്നുണ്ട്. എന്ത് 3 മിനിറ്റ്, എനിക്ക് ഉറങ്ങണം പറഞ്ഞിട്ട് പുതച്ച് മൂടി വീണ്ടും ഉറങ്ങുക. സാർ ഇപ്പോൾ കണ്ടോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ സെക്യൂരിറ്റി വന്നിട്ട്, അതായത് മധു വന്നിട്ട് പറയുന്നുണ്ട്, കൃഷ് സാർ എവിടെയെന്ന് ചോദിക്കുന്നു കൺമണിയും അവരും കൂടി ഷീലയും കൂടി ചോദിക്കാം കേട്ടോ. എന്ത് പറയാനാ, സാർ എണീക്കുന്നില്ല, അയ്യോ സമയം 7 മണിയായല്ലോ. അപ്പോൾ എല്ലാവരും അറ്റൻഷനായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെയൊക്കെയാണല്ലോ. സാർ അങ്ങോട്ട് വരുന്നു. അങ്ങനെ അവിടെയുള്ള ഒരു സെർവൻറ്റിനോട് പറയുന്നുണ്ട്, മുടി നിന്നോട് വെട്ടി വരാൻ പറഞ്ഞതല്ലേ എന്ന് പറയുന്നു. സാർ ഇന്നലെ വൈകിപ്പോയി അതാണെന്ന് പറയുന്നു. പക്ഷേ അണ്ടർഡൗണ്ട് അതിൽ ഓടിക്കാട്ടോ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ഇവർക്കും ടെൻഷൻ ആവുന്നുണ്ട്. എവിടെയാണ് ക്രിസാഗർ എവിടെയെന്ന് ചോദിക്കുന്നു. സാർ എണീറ്റിട്ടില്ല, പെട്ടെന്ന് എണീപ്പിച്ച് കൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ സാർ വേറെ ഉറങ്ങണ്ട, പെട്ടെന്ന് എണീക്കുമെന്ന് പറഞ്ഞിട്ട് മധു പിടിച്ച് വലിച്ച് കൊണ്ടുപോരുക കേട്ടോ. ആ സമയത്ത് തന്നെ കൃഷ്ണൻ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, ഇവിടെ ഒരു കേണൽ സാറുണ്ട് ഇത്രേ, പറഞ്ഞിട്ട് കാര്യമില്ല, അയാളാണ് ഈ ഇതിനൊക്കെ കാരണം, അയാൾ ആരാ, ഡ്രാക്കുള മറ്റുമാണോ, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാനായിട്ട് കഷ്ടപ്പെടുത്താനായിട്ട് നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്നു. ഞാൻ തന്നെയാണ് നീ പറഞ്ഞിട്ടുള്ള ആ ഭൂതം എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ കൺമണിയോട് ചോദിക്കുന്നുണ്ട്, ഇത് തന്നെയാണോ? ഇത് തന്നെയാണെന്ന് പറയുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളുടെ അടുത്ത് രാവിലെ എണീപ്പിക്കാൻ, എന്തായാലും എൻ്റെ പറഞ്ഞിൽ കേൾക്കാത്തതുകൊണ്ട് എന്നെ കൃഷിന് 100 റൗണ്ട് ഓടിയിട്ട് വരണമെന്ന് പറയുന്നു. അങ്ങനെ 100 റൗണ്ടോ എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് വേണം സാർ, പെട്ടെന്ന് നടന്നു അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞിട്ട് മധു കൃഷിനെ അങ്ങോട്ട് തള്ളിക്കൊണ്ട് പോകുന്നു കേട്ടോ. പിന്നീടും ജയിലാട്ടോ കാണിക്കുന്നത്. അപ്പോൾ വേറൊരു ഗുണ്ട വന്നിട്ട് ബലരാമനും അയാളും കൂടി പൊരിഞ്ഞ് അടി നടക്കുന്നുണ്ട് കേട്ടോ. ബലരാമൻ പോകുന്ന സമയത്ത് ഭക്ഷണം താഴെ വീഴുന്നുണ്ട്, തട്ടുകയാണ്. അപ്പോഴത്തേനും ഭക്ഷണത്തിന് ഒരു വിലയില്ലല്ലോ എന്ന രീതിയിൽ പറഞ്ഞിട്ട് തന്നെ കേട്ടോ അടി. അങ്ങനെ അവിടേക്ക് സഹദേവൻ വന്നിട്ട് രണ്ടുപേരും പിടിച്ചു മാറ്റുന്നു. സാർ, ജാമ്യം എടുക്കാൻ പോകുന്ന ആൾക്കാർ വന്നിട്ടുണ്ട് സാറിനെ കാണാനായിട്ട്, അതാരാണെന്ന് ചോദിക്കുമ്പോഴത്തേനും അതൊക്കെ പറയാം സാർ, വെയിറ്റ് ചെയ്യുമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ പിന്നീട് കൃഷ്ണനും കൺമണിയും കാണിക്കുന്നുണ്ട് കേട്ടോ. കൺമണിയും ചോദിക്കുന്നുണ്ട്, സാർ എന്തായി, എനിക്ക് വയ്യ കൺമണി, നമുക്ക് പോവാം, ബാഗൊക്കെ പാക്ക് ചെയ്ത് പോവാം എന്ന് പറയുന്നു. അപ്പോൾ മധു പറയുന്നുണ്ട്, സാർ എങ്ങനെ പോവും,
എൻ്റെ വണ്ടി ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. വണ്ടിയോ? അതിൻ്റെ ചാവിയൊക്കെ ഞാൻ കേണൽ സാറിന് എടുത്തു കൊടുത്തല്ലോ എന്ന് പറയുന്നു. അതും നീ ചെയ്തോ എന്ന് പറയുന്നുണ്ട്. അതെപ്പോൾ? രാത്രി തന്നെ ചെയ്തു. അല്ലെങ്കിൽ സാറേ എൻ്റെ കാര്യം കട്ടപ്പോകുകയായിരിക്കും എന്ന് പറയുന്നു. സാറിനെ പോലെ ഇത്രയും വലിയ ഒരാളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ എൻ്റെയൊക്കെ കാര്യം പറയാനുണ്ടോ? പിന്നെ സാർ ഇവിടുന്ന് പോകാനൊന്നും സാധിക്കില്ല. സാർ എന്താ തീരുമാനിക്കുന്നത് വെച്ചാൽ അത് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഇവിടുന്ന് വിടുള്ളൂ. അതുകൊണ്ട് തന്നെ വേഗം 7 മണിക്ക് കുളിച്ച് റെഡി ആയിട്ട് നിൽക്കണം. കാരണം അത് കഴിഞ്ഞാൽ ഭക്ഷണം പോലും ഇവിടുന്ന് കിട്ടാൻ വഴിയില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട്. ഭക്ഷണവും കിട്ടാനില്ലേ? ഇന്ന് ഫുൾ പട്ടിണി ഇരിക്കേണ്ടി വരും. പെട്ടെന്ന് തന്നെ 10 മിനിറ്റുള്ളിൽ വേഗം വന്നു നോക്കുമെന്ന് പറയുന്നു. അപ്പോൾ കൺമണിയോട് പറയുന്നുണ്ട്, എന്തായാലും കുളിക്കില്ലേ, നമുക്ക് ഈ പൂളിലിറങ്ങി കുളിച്ചാലോ? ഒന്ന് പോ സാറേ, ഇതൊന്നും സാധിക്കും തോന്നുന്നില്ല, പെട്ടെന്നാവട്ടെ എന്ന് പറയുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ എല്ലാവരും എത്തുന്നു കേട്ടോ. അങ്ങനെ കൃഷ്ണനോട് പറയുന്നുണ്ട് ഇരിക്കുകയെന്ന് പറഞ്ഞിട്ട് ഭക്ഷണം എടുത്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ ഇങ്ങോട്ട് വരുത്തിക്കാനുള്ള കാരണം എന്താണെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും തന്നെ മനസ്സിലായിട്ടില്ല, ഇവിടേക്ക് വരാനുള്ള കാരണം എന്താണെന്നും ദേവ്ജി ഞങ്ങളോട് പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്കിതൊന്നും മനസ്സിലാവണില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളിവിടെ വരുത്തിക്കാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടഞ്ഞു കിടക്കുന്ന ഒരു ഫാക്ടറി ഉണ്ട്, അത് തുറപ്പിക്കണം എന്ന് പറയുന്നു. അതിന് തുറപ്പിക്കാൻ എന്താ, പൂട്ടും ചാവി ഉണ്ടെങ്കിൽ തുറക്കാലോ. അതല്ല വേണ്ടത്, അത് സമരത്തിലാണ്, അത് തുറന്നെടുക്കണം എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അതിന് കൃഷും കൺമണിയും തയ്യാറാവണം. ദേവ്ജി എൻ്റെ ഫ്രണ്ടാണ്. ദേവ്ജി പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാഗറിന്, അതായത് കൃഷിൻ്റെ അച്ഛന് കാണിച്ചു കൊടുക്കണം സാഗർ സ്വന്തം പ്രാപ്തിയിൽ നിൽക്കാൻ സാധിക്കും എന്നുള്ളത്. കാരണം തൻ്റെ ഗേൾ ഫ്രണ്ടിനെ സ്വന്തമാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യണം. എനിക്കൊരു ഗേൾ ഫ്രണ്ട് ഉണ്ടെങ്കിൽ ഈ സ്ഥാനത്ത് ഞാനാണെങ്കിൽ കണ്ണും പൂട്ടി തന്നെ ഞാനിതിന് സമ്മതിച്ചേനെ എന്നൊക്കെ പറയുമ്പോൾ കൃഷിന് വാശിയും ദേഷ്യം കൂടുന്നുണ്ട്. അങ്ങനെ തീർച്ചയായും ഞാൻ എന്തായാലും ഈ കമ്പനി തുറപ്പിക്കും. എന്നാൽ നിങ്ങൾ ഇന്നു മുതൽ എൻ്റെ ഡ്രൈവർ കം സൂപ്പർവൈസറാണെന്ന് പറയുന്നു കേട്ടോ. ഡ്രൈവറോ? ഞാനൊരു MD ആണ്, അതൊന്നും ഇവിടെ പറ്റില്ല. ഇവിടെ ഞാൻ എന്താ പറയുന്നത് അത് തന്നെയാണെന്ന് പറയാം കേട്ടോ. അങ്ങനെ പിന്നീട് കൃഷിനെയും പിന്നീട് ബലരാമനെ കാണിക്കുന്ന. അങ്ങനെ സാഗർ വന്നിട്ട് ജാമ്യത്തിൽ എടുക്കാനായിട്ട് നോക്കുന്നു. അങ്ങനെ നമ്മുടെ ബലരാമനാണെങ്കിലോ സാഗറിനെ കാണുമ്പോൾ വിഷമം വരുന്നുണ്ട്. അച്ഛൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. നീ എന്നെ അങ്ങനെ വിളിക്കരുത്, ഞാൻ നിനക്ക് ജാമ്യം എടുത്തു തരാൻ വേണ്ടി വന്നതാ. ഞാനാണ്, എൻ്റെ തീരുമാനമാണെങ്കിൽ നിന്നെ ഒരിക്കലും ഞാൻ പുറത്തിറക്കില്ല. പക്ഷെ എൻ്റെ മോൾ കൃപയുടെ ആഗ്രഹമാണ് നിന്നെ പുറത്തെടുക്കണമെന്ന്. സംസാരിക്കാൻ വയ്യാത്ത അവളെ ജർമ്മനിയിലേക്ക് കൊണ്ടുപോയി അവൾ സംസാരിച്ചു തുടങ്ങി. അവൾ ആദ്യം ആഗ്രഹിച്ചത് എന്താ അറിയോ? നിനക്ക് ജാമ്യം എടുത്തു തരണമെന്ന്. അത് ഞാൻ അനുസരിച്ചേ പറ്റുള്ളൂ. പിന്നെ അതുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ എൻ്റെ മോൾക്ക് നിന്നോട് സംസാരിക്കണം. ഒരു വോയിസ് മെസ്സേജ് അവൾ അയച്ചിട്ടുണ്ട്, ഇത് ഞങ്ങൾ തുറന്നു നോക്കിയിട്ടില്ല, നിന്നെ മാത്രം കേൾപ്പിക്കാനാണ് അവൾ പറഞ്ഞതെന്ന് പറയുന്നു. അങ്ങനെ വോയിസ് കേൾക്കുമ്പോഴത്തേനും പാവം കൃപ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ തൻ്റെ ഏട്ടനാണ് അതെന്നുള്ളത് പ്രത്യേകിച്ചും പറയുന്നില്ല. ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത്, നിങ്ങൾ എന്നെ പ്രധാനപ്പെട്ട ഒരാളാണ്, അത് നിങ്ങൾ അറിയണ്ട എന്നും പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ കൃപ.